ചെയ്യാൻ പോകുന്ന ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് 109/2024 LDC ക്വസ്റ്റ്യൻ ആയിരുന്നു. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഗാസയിൽ നടക്കുന്ന യുദ്ധത്തിൽ ജനരോഷം വർദ്ധിച്ചതിനാൽ ഇസ്രായേൽ പാസ്പോർട്ടുമായുള്ള സന്ദർശകരുടെ പ്രവേശനം നിരോധിച്ച രാജ്യം. മാലിദ്വീപ് ആണ് ആൻസർ. മാലിദ്വീപ്. ബി ആണ് ആൻസർ. ഓപ്ഷൻ ബി മാലിദ്വീപ്. സെക്കൻഡ് ക്വസ്റ്റ്യൻ. താഴെ തന്നിരിക്കുന്ന സൂചനകളുടെ അടിസ്ഥാനത്തിൽ ശരിയായ വ്യക്തി ആരാണെന്ന് തിരിച്ചറിയുക. ദി ട്രാൻസ്ഫർ ഓഫ് പവർ ഇൻ ഇന്ത്യ എന്ന ഗ്രന്ഥത്തിൻ്റെ കർത്താവ് 1952 ഒറീസയുടെ ഗവർണറായി ചുമതലയേറ്റു. സർദാർ പട്ടേലിനും നെഹ്റുവിനുമൊപ്പം നാട്ടുരാജ്യങ്ങളുടെ സംയോജനത്തിൽ നിർണായക പങ്കുവഹിച്ചു. സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെൻറ്റിൽ സെക്രട്ടറിയായി പ്രവർത്തിച്ചു. ആരാണ്? VP മേനോൻ ആണ് ആൻസർ. VP മേനോൻ. എന്തൊക്കെയാണ്? ദി ട്രാൻസ്ഫർ ഓഫ് പവർ ഇൻ ഇന്ത്യ എന്ന ഗ്രന്ഥത്തിൻ്റെ കർത്താവാണ് അദ്ദേഹം. 1952 ഒറീസയിൽ ഗവർണറായി ചുമതലയേറ്റു. സർദാർ പട്ടേലിനും നെഹ്റുവിനുമൊപ്പം നാട്ടുരാജ്യങ്ങളുടെ സംയോജനത്തിൽ നിർണായക പങ്കുവഹിച്ചു. സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെൻറ്റ് സെക്രട്ടറിയായി പ്രവർത്തിച്ചു. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ. താഴെ പറയുന്ന സ്ഥലങ്ങളിൽ നാറ്റോയുടെ ആസ്ഥാനം ഏതാണെന്ന് എഴുതുക. നാറ്റോയുടെ ആസ്ഥാനം ഏതാണ്? ബ്രസൽസ് ആണ് നാറ്റോയുടെ ആസ്ഥാനം. ബി ആണ് ആൻസർ. താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായവ തിരഞ്ഞെടുത്ത് എഴുതുക. ശരിയായവ ഏതൊക്കെയാണ്? 2ഉം 4ഉമാണ്. 2ഉം 4ഉം. ആത്മവിദ്യാസംഘം വാഗ്ഭടാനന്ദൻ, യോഗക്ഷേമ സഭ VT ഭട്ടതിരിപ്പാട്. സഹോദര പ്രസ്ഥാനം സഹോദരൻ അയ്യപ്പനായിരുന്നു. സമത്വ സമാജമാരാണ്? വൈകുണ്ഠസ്വാമികൾ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നൽകുന്നതുമായി ബന്ധപ്പെട്ട മൗണ്ട് ബാറ്റൺ പദ്ധതിയിൽ ഉൾപ്പെടാത്ത പ്രസ്താവന ഏതാണെന്ന് കണ്ടെത്തൂ. ഉൾപ്പെടാത്തത് ഏതാണെന്നാണ് ചോദ്യം. ആൻസർ വരുന്നത് 1 മാത്രമാണ്. ഏതൊക്കെ പ്രദേശങ്ങൾ പാകിസ്ഥാനിൽ ചേർക്കണമെന്ന് ബ്രിട്ടീഷ് പ്രധാനമന്ത്രി നിർദ്ദേശിക്കുന്നതാണ് എന്നുള്ളതാണ് തെറ്റായിട്ടുള്ളത്. ഇനി ഇതിൽ ഉൾപ്പെടുന്ന പ്രസ്താവനകൾ ഏതൊക്കെയാണ്? ബംഗാളിലെയും പഞ്ചാബിലെയും ഹിന്ദു മുസ്ലിം സംസ്ഥാനങ്ങളുടെ അതിർത്തി നിർണ്ണയിക്കുന്നതിന് ഒരു അതിർത്തി നിർണ്ണയ കമ്മീഷനെ നിയമിക്കുന്നതാണ്. പഞ്ചാബും ബംഗാളും 2ആയി വിഭജിക്കുന്നതാണ്. മുസ്ലിങ്ങൾക്ക് ഭൂരിപക്ഷമുള്ള പ്രദേശത്ത് അവർ ആഗ്രഹിക്കുകയാണെങ്കിൽ ഒരു പ്രത്യേക രാജ്യം അനുവദിക്കുന്നതാണ്. ഇത്രയായിരുന്നു ശരിയായിട്ടുള്ള പ്രസ്താവനകൾ. ആറാമത്തെ ക്വസ്റ്റ്യൻ. ഫ്രഞ്ച് വിപ്ലവവുമായി ബന്ധപ്പെട്ട ശരിയായ ഉത്തരം തിരഞ്ഞെടുത്ത് എഴുതുക. അതിൽ ശരിയായിട്ടുള്ള എനിക്ക് ശേഷം പ്രളയം ലൂയി 15. നിങ്ങൾക്ക് റൊട്ടിയില്ലെങ്കിൽ എന്താ? കേക്ക് കഴിച്ചൂടെ? മേരി ആൻ്റോണിയറ്റ്. ഇത് രണ്ടുമാണ് ശരിയായിട്ടുള്ള ഓപ്ഷൻസ്. അപ്പോൾ ആൻസർ വരുന്നത് 2ഉം 3ഉം. 2ഉം 3ഉമാണ്. ബി ആണ് ആൻസർ വരുന്നത്. ഞാനാണ് രാഷ്ട്രം എന്ന് പറഞ്ഞത് ആരാണ്? ലൂയി 14 14. പെനിൻസുലർ ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ നദി ഏതാണ്? ഗോദാവരിയാണ്. ആൻസർ സി. പ്രൈം മെറിഡിയൻ ഏത് നഗരത്തിലൂടെ കടന്നു പോകുന്നു? ഗ്രീൻവിച്ച് ആണ്. ഗ്രീൻവിച്ച്. ഉത്തരായന രേഖ കടന്നു പോകുന്ന സംസ്ഥാനം ഏതാണ്? ഉത്തരായന രേഖ കടന്നു പോകുന്ന സംസ്ഥാനം ഒഡീഷയാണ്. ഒഡീഷ. ബി ആണ് ആൻസർ. ഒഡീഷ. എൽ നിനോ എന്നറിയപ്പെടുന്ന പ്രതിഭാസം ലോകത്തിൻ്റെ ഏത് പ്രദേശത്തെയാണ് പ്രധാനമായും ബാധിക്കുന്നത്? തെക്കേ അമേരിക്കയാണ് ബാധിക്കുന്നത്. വേനൽക്കാലത്ത് വടക്കൻ സമതലങ്ങളിൽ വീശുന്ന കാറ്റിൻ്റെ പേരെന്താണ്? ലൂ ആണ്. വേനൽക്കാലത്ത് വടക്കൻ സമതലങ്ങളിൽ വീശുന്ന കാറ്റിൻ്റെ പേരാണ് ലൂ. കേരളത്തിലെ ആദ്യത്തെ റോഡ് ടണൽ ഏത് ജില്ലയിലാണ്? തൃശ്ശൂർ ജില്ലയിലാണ് കേരളത്തിലെ ആദ്യത്തെ റോഡ് ടണൽ. 1991 ബാലൻസ് ഓഫ് പേയ്മെൻറ്റ് പ്രതിസന്ധി മറികടക്കാൻ ഗവൺമെൻറ് സ്വീകരിച്ച അടിയന്തര നടപടി ഏതാണ്? വിദേശ കറൻസിക്കെതിരെ രൂപയുടെ മൂല്യച്യുതിയാണ് ആൻസർ വരുന്നത്. സി ആണ് ആൻസർ. ഹരിത വിപ്ലവത്തിൻ്റെ നേട്ടങ്ങളെ പറ്റിയുള്ള പ്രസ്താവനകളിൽ ശരിയല്ലാത്തത് ഏതാണെന്നാണ് ചോദ്യം. ഗ്രാമീണ അസമത്വമാണ് ഇതിൽ ശരിയല്ലാത്തത്. കറക്റ്റായിട്ടുള്ള ഏതൊക്കെയാണ്? ഉൽപ്പാദനത്തിലും ഉൽപ്പാദനക്ഷമതയിലുമുള്ള വർധനവ്, വരുമാന വർധനവ്, തൊഴിൽ വർധനവ്. 15ാമത്തെ ക്വസ്റ്റ്യൻ. സാമ്പത്തിക പരിഷ്കരണാനന്തര കാലഘട്ടത്തിൽ പുറം കരാർ നൽകൽ ഔട്ട്സോഴ്സിംഗ് രംഗത്ത് ഇന്ത്യ മുൻപന്തിയിൽ എത്താൻ സഹായിച്ച വസ്തുതകൾ ഏതൊക്കെയാണ്? 1ഉം 2ഉമാണ് ആൻസർ. 1ഉം 2ഉം. വൈദഗ്ധ്യ മനുഷ്യ വിഭവങ്ങൾ, കുറഞ്ഞ വേതന നിരക്ക്. ഇന്ത്യൻ കാർഷിക രംഗത്തെക്കുറിച്ചുള്ള പ്രസ്താവനകളിൽ ശരിയല്ലാത്തത് ഏതാണെന്നാണ് ചോദ്യം.
ശരിയല്ലാത്തത് ദേശീയ വരുമാനത്തിൻ്റെ പ്രധാന പങ്ക് എന്നുള്ളതാണ് ശരിയല്ലാത്തത്. ശരിയായിട്ടുള്ളത് ഏതൊക്കെയാണ്? സാമ്പത്തിക വികസനത്തിൻ്റെ അടിത്തറ, വ്യാവസായിക വൽക്കരണത്തിൻ്റെ അടിത്തറ, പ്രച്ഛന്ന തൊഴിലില്ലായ്മയുടെ കാരണം. ഇത്രയാണ് കറക്റ്റായിട്ടുള്ളത്. തെറ്റായിട്ടുള്ളതാണ് ദേശീയ വരുമാനത്തിലെ പ്രധാന പങ്കെന്ന് പറയുന്നത്. ഇന്ത്യ ഗവൺമെൻറ് വിഭാവനം ചെയ്ത സ്വയം പദ്ധതിയുടെ സവിശേഷത എന്താണ്? സ്വയം പദ്ധതിയുടെ സവിശേഷതയാണ് പൗരന്മാർക്ക് ഗുണമേന്മയുള്ളതും സൗജന്യവുമായ വിദ്യാഭ്യാസം നൽകുക എന്നുള്ളത്. സ്വയം എന്ന പദ്ധതി കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്തായിരുന്നു? പൗരന്മാർക്ക് ഗുണമേന്മയുള്ളതും സൗജന്യമായ വിദ്യാഭ്യാസം നൽകുക എന്നതായിരുന്നു ഈ പദ്ധതിയുടെ ലക്ഷ്യം എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ ക്യാൻസലായിരുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, പ്രധാനമന്ത്രിയുടെ മുദ്ര പദ്ധതി ലക്ഷ്യമിടുന്നത് എന്താണ്? ചെറുകിട സംരംഭകരെ സമ്പദ് വ്യവസ്ഥയുടെ മുഖ്യധാരയിലേക്ക് എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെ വന്ന പദ്ധതിയാണ് മുദ്ര എന്ന് പറയുന്നത്. താഴെ പറയുന്നതിൽ ദേശീയ ലീഗൽ സർവീസ് അതോറിറ്റി സൗജന്യ നിയമ സേവനം നൽകുന്നത് ആർക്കൊക്കെയാണ്? ഇത് സ്ത്രീകൾക്കും കുട്ടികൾക്കും വ്യവസായശാലകളിലെ തൊഴിലാളികൾക്ക് പിന്നെ ഭിന്നശേഷിക്കാർക്ക്. ഇത് ഇത്രയും കറക്റ്റാണ്. ഓൾ ഓഫ് ദി എബോവ് ആണ് ആൻസർ വരുന്നത്. ദേശീയ ലീഗൽ സർവീസ് അതോറിറ്റി സൗജന്യ നിയമ സേവനം നൽകുന്ന ആർക്കൊക്കെയാണ്? സ്ത്രീകൾക്കും കുട്ടികൾക്കും വ്യവസായശാലകളിലെ തൊഴിലാളികൾക്ക് പിന്നെ ഭിന്നശേഷിക്കാർക്ക്. നെക്സ്റ്റ് ക്വസ്റ്റ്യനും ക്യാൻസലായിരുന്നു. അടുത്തത്, ഭരണഘടനാ നിർമ്മാണ സഭയുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏതാണെന്നാണ് ചോദ്യം. ഇതിലെ ആൻസർ വരുന്നത് ഓൺലി 2 and 3 എന്നുള്ളതാണ്. എ ആണ് ആൻസർ വരുന്നത്. ഏതൊക്കെയാണ്? നെഹ്റു, പട്ടേൽ, അംബേദ്കർ തുടങ്ങിയവർ ഇതിൻ്റെ ചെയർമാൻമാരായിരുന്നു. അസംബ്ലിയിലെ മീറ്റിങ്ങുകൾ പൊതുജനങ്ങൾക്ക് കാണാവുന്ന തരത്തിലായിരുന്നു. ഇത് രണ്ടുമാണ് കറക്റ്റായിട്ടുള്ള ആൻസർ. ഇന്ത്യൻ ഭരണഘടന അമേരിക്കൻ ഭരണഘടനയിൽ നിന്നും കടമെടുത്ത ആശയങ്ങളിൽ ശരി ഏത്? ഏതൊക്കെയാണ് ശരിയായിട്ടുള്ളത്? 2ഉം 3ഉമാണ് ശരി. മൗലിക അവകാശങ്ങളും നിഷ്പക്ഷമായ നീതിന്യായ വ്യവസ്ഥയും. 2ഉം 3ഉം സി. 24ാമത്തെ ക്വസ്റ്റ്യൻ, ഇന്ത്യൻ ഭരണഘടന ബ്രിട്ടീഷ് ഭരണഘടനയിൽ നിന്നും കടമെടുത്തിട്ടുള്ള ആശയങ്ങൾ ഏതൊക്കെയാണ്? 2ഉം 3ഉം മാത്രമാണ് എടുത്തിട്ടുള്ളത്. കേവല ഭൂരിപക്ഷ സമ്പ്രദായം, നിയമനിർമ്മാണ പ്രക്രിയ. കേവല ഭൂരിപക്ഷ സമ്പ്രദായം, നിയമനിർമ്മാണ പ്രക്രിയ എന്നിവയാണ് ബ്രിട്ടീഷ് ഭരണഘടനയിൽ നിന്നും കടമെടുത്തിട്ടുള്ള ആശയങ്ങൾ. ഭരണഘടനയിലെ 19ാം വകുപ്പ് പ്രകാരം ശരിയായ പ്രസ്താവന ഏതാണ്? സഞ്ചാര സ്വാതന്ത്ര്യം, സംഘടന രൂപീകരണത്തിനുള്ള സ്വാതന്ത്ര്യം. 19 പ്രകാരം സഞ്ചാര സ്വാതന്ത്ര്യം, സംഘടന രൂപീകരിക്കുന്നതിനുള്ള സ്വാതന്ത്ര്യം. അടുത്ത 26ാമത്തെ ക്വസ്റ്റ്യൻ, ദേശീയ മനുഷ്യാവകാശ കമ്മീഷനുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്നത് ശരിയായ പ്രസ്താവന ഏതാണ്? ഇത് ക്യാൻസലായിരുന്നു. കേവല ഭൂരിപക്ഷ സമ്പ്രദായവുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏത്? 1ഉം 3ഉമാണ് ശരിയായിട്ടുള്ളത്. ഈ സമ്പ്രദായത്തിൽ ഒരു പാർട്ടിക്ക് പാർലമെന്റിൽ കൂടുതൽ സീറ്റുകളും എന്നാൽ കുറച്ച് വോട്ടുകളും ലഭിക്കാം. കേവല ഭൂരിപക്ഷ സമ്പ്രദായത്തിന് ഉദാഹരണമാണ് ബ്രിട്ടനും ഇന്ത്യയുമാണ് കേവല ഭൂരിപക്ഷ സമ്പ്രദായത്തിന് എക്സാമ്പിളായിട്ടുള്ളത്. തെരഞ്ഞെടുപ്പ് കമ്മീഷനുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെയാണ്? ഇതിനകത്ത് എല്ലാം തന്നെ ശരിയാണ്. ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അധ്യക്ഷൻ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറാണ്. മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർക്കും മറ്റ് അംഗങ്ങൾക്കും തുല്യ അധികാരമാണുള്ളത്. അംഗങ്ങളെ നിയമിക്കുന്നത് ഇന്ത്യൻ പ്രസിഡന്റാണ്. ഇത് 3ഉം കറക്റ്റായിട്ടുള്ള ആൻസറാണ്. അപ്പോൾ ഓൾ ഓഫ് ദി എബോവ് ആണ് വരുന്നത്. ഓപ്ഷൻ ഡി. അടുത്ത 29, ഉപരാഷ്ട്രപതിയുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്നത് ശരിയായ പ്രസ്താവന ഏതൊക്കെയാണ്? ഇതിൽ ആൻസർ വരുന്നത് ഉപരാഷ്ട്രപതിയെ 5 വർഷത്തേക്കാണ് തിരഞ്ഞെടുക്കുന്നത്. ശരിയാണ്. ഉപരാഷ്ട്രപതി രാജ്യസഭ അധ്യക്ഷനാണ്. അതും ശരിയാണ്. പ്രസിഡന്റിനെ തിരഞ്ഞെടുക്കുന്ന പോലെയാണ് ഉപരാഷ്ട്രപതിയെ തിരഞ്ഞെടുക്കുന്നത്. അതും കറക്റ്റാണ്. അപ്പോൾ ഓൾ ഓഫ് ദി എബോവ് ആണ് ആൻസർ. സി ആണ് ആൻസർ വരുന്നത്. സി. 1ഉം 2ഉം 3ഉം ശരിയാണ്. അടുത്ത 30ാമത്തെ, ഭരണഘടനയിലെ 73ാം ഭേദഗതിയുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏതാണ്? ശരിയായ പ്രസ്താവന ഇതിനകത്ത് 2ഉം 3ഉമാണ് കറക്റ്റായിട്ടുള്ളത്. 1ഉം 3ഉമാണ് കറക്റ്റായിട്ടുള്ളത്. പഞ്ചായത്ത് രാജ് സമ്പ്രദായത്തെക്കുറിച്ച് പറയുന്നതാണ് 73ാം ഭേദഗതി എന്ന് പറയുന്നത്. ഇത് 12ാം ഷെഡ്യൂളിൽ 73ാം ഭേദഗതി ഉൾപ്പെടുത്തിയിട്ടുള്ളൂ എന്നുള്ളത് തെറ്റാണ്. ത്രിതല ഭരണ സംവിധാനം പ്രദാനം ചെയ്യുന്നു എന്നുള്ളത് കറക്റ്റാണ്.
കറക്റ്റായിട്ടുള്ളത് 1ഉം 3ഉം ആണ്. 31 എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏതാണ്? ഇതിലെല്ലാം തന്നെ ശരിയാണ്. സാമ്പത്തിക കുറ്റകൃത്യ രഹസ്യാന്വേഷണവുമായി ബന്ധപ്പെട്ട് രൂപീകരിക്കപ്പെട്ടതാണ് എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ്. ധനകാര്യ മന്ത്രാലയത്തിലെ റവന്യൂ വകുപ്പിൻ്റെ ഭാഗമായിട്ടാണ് പ്രവർത്തിക്കുന്നത്. രാഹുൽ നവീനാണ് ഇപ്പോഴത്തെ പ്രത്യേക ഡയറക്ടറുടെ ചുമതല വഹിക്കുന്നത്. ഇത്രയും കറക്റ്റായിട്ടുള്ള ആൻസറാണ്. ഓൾ ഓഫ് ദി അബോവ് ആണ് വരുന്നത്. സി. താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയായതേത്? ശരിയായത് 1ഉം 2ഉം ആണ് ശരി. മുഖ്യമന്ത്രിയെ നിയമിക്കുന്ന സംസ്ഥാന ഗവർണറാണ്. മന്ത്രിസഭയെ ഗവർണർ മുഖ്യമന്ത്രിയുടെ ഉപദേശപ്രകാരം നിയമിക്കുന്നു. ഇത് രണ്ടും കറക്റ്റാണ്. ചുവടെ ചേർക്കുന്ന പ്രസ്താവനകളിൽ ശരിയേത്? 1ഉം 3ഉം ആണ് ശരി. കേന്ദ്ര മന്ത്രിസഭയുടെ ഉപദേശപ്രകാരം രാഷ്ട്രപതിയാണ് ഗവർണറെ നിയമിക്കുന്നത്. സംസ്ഥാന ഭരണനിർവഹണ വിഭാഗത്തിൻ്റെ തലവൻ ഗവർണറാണ്. രണ്ടും കറക്റ്റാണ്. താഴെ പറയുന്നതിൽ മനുഷ്യ ദഹന വ്യവസ്ഥയുടെ പ്രവർത്തനം അല്ലാത്തത് ഏത്? താഴെ പറയുന്നതിൽ മനുഷ്യദഹന വ്യവസ്ഥയുടെ പ്രവർത്തനം അല്ലാത്തത് ഏതാണ്? ശരീര താപനില നിയന്ത്രിക്കുക എന്നുള്ളത് ദഹന വ്യവസ്ഥയുടെ പ്രവർത്തനമല്ല. വേറെ എന്തൊക്കെയാണ് ദഹന വ്യവസ്ഥയുടെ പ്രവർത്തനം ആയിട്ടുള്ളത്? ഭക്ഷണത്തെ ചെറിയ തന്മാത്രകളായി മാറ്റുക, പോഷകങ്ങൾ രക്തചംക്രമണത്തിലേക്ക് ആഗിരണം ചെയ്യുക, ശരീരത്തിൽ നിന്ന് മാലിന്യങ്ങൾ നീക്കം ചെയ്യുക. ഇത് മൂന്നും ശരീര ദഹന വ്യവസ്ഥയുടെ പ്രവർത്തനം അല്ലാതെയാണ് ശരീര താപനില നിയന്ത്രിക്കുക എന്നുള്ളത്. 35ാമത്തെ ക്വസ്റ്റ്യൻ. താഴെ പറയുന്നതിൽ കാൽസ്യത്തിൻ്റെ അഭാവം മൂലം ഉണ്ടാകുന്ന രോഗം ഏതാണ്? ഓസ്റ്റിയോപോറോസിസ് ആണ്. ഓസ്റ്റിയോപോറോസിസ് എ ആണ് ആൻസർ. അടുത്ത 36ാമത്തെ ക്വസ്റ്റ്യൻ. ഭൂമിയുടെ ശ്വാസകോശം എന്നറിയപ്പെടുന്ന ഏതാണ്? മഴക്കാടുകളാണ് ഭൂമിയുടെ ശ്വാസകോശം എന്നറിയപ്പെടുന്നത്. ഓപ്ഷൻ ബി ആണ് ആൻസർ. ഏത് തരം കൊഴുപ്പിനെയാണ് ആരോഗ്യകരമായ കൊഴുപ്പായി കണക്കാക്കുന്നത്? അപൂരിത കൊഴുപ്പിനെയാണ്. സി ആണ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ക്യാൻസൽ ആയിരുന്നു. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ ധമനി ഏതാണ്? അയോർട്ടയാണ് മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ ധമനി എന്ന് പറയുന്നത്. ഡെങ്കിപ്പനി പരത്തുന്നത് ഏത് തരം കൊതുകുകളാണ്? ഈഡിസ് ഈജിപ്റ്റി ആണ് ഡെങ്കിപ്പനി പരത്തുന്ന കൊതുക്. ലോകാരോഗ്യ സംഘടനയുടെ ആസ്ഥാനം എവിടെയാണ്? സ്വിറ്റ്സർലൻഡിലാണ് ലോകാരോഗ്യ സംഘടനയുടെ ആസ്ഥാനം. ഗുരുത്വാകർഷണം മൂലമുണ്ടാകുന്ന ത്വരണം ജിയെ സംബന്ധിച്ച് താഴെ പറയുന്ന പ്രസ്താവനകൾ ശരിയായത് ഏതൊക്കെയെന്നാണ് ചോദ്യം. 1ഉം 3ഉം ആണ് കറക്റ്റായിട്ടുള്ളത്. ധ്രുവപ്രദേശങ്ങളിൽ ജിക്ക് പരമാവധി മൂല്യമുണ്ട്. ഭൂകേന്ദ്രങ്ങളിൽ ജിയുടെ വില 0 ആയിരിക്കും. ഓപ്ഷൻ സി ആണ് ആൻസർ. 1ഉം 3ഉം. H ഉയരത്തിൽ നിന്ന് താഴേക്ക് പതിക്കുന്ന ഒരു വസ്തു പകുതി ദൂരം h/2 സഞ്ചരിച്ചു കഴിയുമ്പോൾ അതിൻ്റെ സ്ഥിതികോർജ്ജവും ഗതികോർജ്ജവും തമ്മിലുള്ള അനുപാതം എത്രയായിരിക്കും? 1:1 ആയിരിക്കും. ഡി ആണ് ആൻസർ. താഴെ പറയുന്ന മാധ്യമങ്ങളെ അവയിലൂടെയുള്ള ശബ്ദ തരംഗങ്ങളുടെ പ്രവേഗത്തിൻ്റെ അടിസ്ഥാനത്തിൽ ആരോഹണ ക്രമത്തിൽ എഴുതുക. 2, 1, 3 എന്ന ക്രമത്തിലാണ് വരുന്നത്. 2 വായു, ശുദ്ധജലം, സമുദ്രജലം. എ ആണ് ആൻസർ. ഇന്ത്യയുടെ സൗരമിഷനായ ആദിത്യ L1 ഭൂമിയിൽ നിന്നുള്ള അകലം ഭൂമിയും സൂര്യനും തമ്മിലുള്ള അകലത്തിൻ്റെ എത്ര ശതമാനമാണ്? 1%. താഴെ പറയുന്നത് ഇന്ത്യയിലെ സൗരോർജ്ജ വികസനത്തിനായുള്ള സ്ഥാപനം അഥവാ പദ്ധതി അല്ലാത്തത് ഏതാണെന്നാണ്. ഇത് ക്യാൻസർ ആയിരുന്നു. താഴെ പറയുന്നത് ഏത് സംയുക്തത്തിൻ്റെ നിർമ്മാണത്തിനാണ് സ്പോഞ്ചി അയൺ ഉപയോഗിക്കുന്നത്? അമോണിയയുടെ നിർമ്മാണത്തിനാണ്. ഉൾപ്രേരകമായിട്ട് സ്പോഞ്ചി അയൺ ഉപയോഗിക്കുന്ന അമോണിയയുടെ നിർമ്മാണ പ്രക്രിയയിലാണ്. കലാമിൻ ഏത് ലോഹത്തിൻ്റെ അയിരാണ്? കലാമിൻ സിങ്കിൻ്റെ അയിരാണ്. താഴെ പറയുന്നതിൽ തെറ്റായ പ്രസ്താവന ഏത്? തെറ്റായിട്ടുള്ളത് ആറ്റോമിക നമ്പർ, മാസ് നമ്പർ എന്നിവ വ്യത്യസ്തമായ മൂലകങ്ങളാണ് ഹൈഡ്രജൻ എന്നുള്ളതാണ് തെറ്റ്. ആറ്റോമിക നമ്പറും മാസ് നമ്പറും ഒന്നായിട്ടുള്ള വ്യത്യസ്തമല്ലാത്തതാണ് ഹൈഡ്രജൻ എന്ന് പറയുന്നത്. ഒരു ന്യൂട്രോൺ ഇല്ലാത്ത മൂലകമാണ് ഹൈഡ്രജൻ. ഇലക്ട്രോനെഗറ്റിവിറ്റി ഏറ്റവും കൂടുതലുള്ള മൂലകം ഫ്ലൂറിനാണ്. ഡ്രൈസെൽ ഇലക്ട്രോഡായി ഉപയോഗിക്കുന്ന മൂലകമാണ് സിങ്ക്. ഇത് മൂന്നും കറക്റ്റായിട്ടുള്ള ഓപ്ഷൻസ് ആണ്. ഇന്ത്യയിലെ ആദ്യത്തെ ബ്രെയിൻ ഹെൽത്ത് ക്ലിനിക് ആരംഭിച്ച സ്ഥലം ഏതാണ്? ബാംഗ്ലൂരാണ്. ബാംഗ്ലൂർ.
ബ്രെയിൻ ഹെൽത്ത് ക്ലിനിക്ക് ആരംഭിച്ച ഇന്ത്യയിൽ ആദ്യത്തെ ബ്രെയിൻ ഹെൽത്ത് ക്ലിനിക്ക് ആരംഭിച്ച സ്ഥലമാണ് ബാംഗ്ലൂർ എന്ന് പറയുന്നത്. താഴെ പറയുന്നതിൽ ഏതാണ് ചന്ദ്രയാൻ 3യുടെ മിഷൻ റോവർ? ഏതാണ്? പ്രഗ്യാനാണ്. വിക്രം ലാൻഡറും പ്രഗ്യാൻ റോവറും ആയിരുന്നു. കൂത്തിന് ഉപയോഗിക്കുന്ന പ്രധാന വാദ്യം ഏതാണ്? മിഴാവാണ്. 1923 രചിക്കപ്പെട്ട ഭൂതരായർ എന്ന നോവലിൻ്റെ കർത്താവ് ആരാണ്? രാമവർമ്മ അപ്പൻ തമ്പുരാനാണ്. രാമവർമ്മ അപ്പൻ തമ്പുരാൻ. ബി ആണ് ആൻസർ. വെട്ടത്ത് സമ്പ്രദായം ഏത് കലാരൂപവുമായി ബന്ധപ്പെട്ടതാണ്? കഥകളിയുമായി ബന്ധപ്പെട്ടാണ് വെട്ടത്ത് സമ്പ്രദായം. മഹാകവി പി കുഞ്ഞിരാമൻ നായരെക്കുറിച്ച് മേഘരൂപൻ എന്ന കവിത എഴുതിയത് ആരാണ്? ആറ്റൂർ രവിവർമ്മയാണ്. എ. മഹാകവി പി കുഞ്ഞിരാമൻ നായരെക്കുറിച്ച് മേഘരൂപൻ എന്ന കവിത എഴുതിയത് ആറ്റൂർ രാമവർമ്മയാണ്. കേരളം ആദ്യമായി സന്തോഷ് ട്രോഫി ഫുട്ബോൾ കിരീടം നേടിയ വർഷം ഏതാണ്? 1973 കേരളം ആദ്യമായി സന്തോഷ് ട്രോഫി കിരീടം നേടിയത്. 2023 അണ്ടർ-17 ഫിഫ ലോകകപ്പിൽ ആതിഥേയത്വം വഹിച്ച ഏത് രാജ്യമാണ്? ഇന്തോനേഷ്യ ആയിരുന്നു. മലയാള വിഭാഗത്തിൽ കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ 2023 ബാലസാഹിത്യ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? പ്രിയ AS നാണ്. സി ആണ് ആൻസർ. പ്രിയ AS. സെൻസിറ്റീവായ ബാങ്ക് അഥവാ ഓൺലൈൻ പേയ്മെൻറ്റ് വിവരങ്ങൾ ആവശ്യപ്പെട്ട് ഏതെങ്കിലും അജ്ഞാത വ്യക്തി അഥവാ സ്ഥാപനം വിശ്വസനീയവും ആകർഷകവുമായ രീതിയിൽ നിങ്ങൾക്ക് മെയിൽ അയക്കുമ്പോൾ ഇത് എന്താണ്? ഇത് ഫിഷിംഗ് എന്നറിയപ്പെടുന്നു. ഈ പ്രവൃത്തിയാണ് ഫിഷിംഗ് എന്ന് പറയുന്നത്. സി. പാക്കറ്റിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന വിവരങ്ങൾ പ്രോസസ്സ് ചെയ്തുകൊണ്ട് ഇനി പറയുന്ന ഉപയോഗങ്ങളിൽ ഏതാണ് നെറ്റ്വർക്കുകൾക്കിടയിൽ പാക്കറ്റുകൾ ഫോർവേഡ് ചെയ്യുന്നത്? ഏതാണ്? റൂട്ടറാണ്. ഡി ആണ് ആൻസർ. ഡാഷ് ഒരു നിർദ്ദിഷ്ട പ്രശ്നം പരിഹരിക്കുന്നതിനോ അല്ലെങ്കിൽ ഒരു നിർദ്ദിഷ്ട ജോലി ചെയ്യുന്നതിനോ രൂപകൽപ്പന ചെയ്തിട്ടുള്ളതാണ്. ഏതാണ്? ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ ആണ്. ഒരു നിർദ്ദിഷ്ട പ്രശ്നം പരിഹരിക്കുന്നതിനോ അല്ലെങ്കിൽ ഒരു നിർദ്ദിഷ്ട ജോലി ചെയ്യുന്നതിനോ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ ആണ്. ഡാം എന്നത് ഒരു ഡാഷ് ആണ്. എന്താണ്? മാൽവെയർ ആണ്. ഡാം എന്നതൊരു മാൽവെയർ ആണ്. മാൽവെയർ. യഥാർത്ഥ ലോകത്ത് വിർച്വൽ ഒബ്ജക്റ്റുകൾ ഓവർലൈറ്റ് ചെയ്യാൻ അനുവദിക്കുന്ന സാങ്കേതിക വിദ്യയുടെ പേരെന്താണ്? ഓഗ്മെൻറ്റഡ് റിയാലിറ്റി എന്നാണ്. ഓഗ്മെൻറ്റഡ് റിയാലിറ്റി. യഥാർത്ഥ ലോകത്ത് വിർച്വൽ ഒബ്ജക്റ്റുകൾ ഓവർലൈറ്റ് ചെയ്യാൻ അനുവദിക്കുന്ന സാങ്കേതിക വിദ്യയുടെ പേരാണ് ഓഗ്മെൻറ്റഡ് റിയാലിറ്റി. ഉപഭോക്തൃ സംരക്ഷണ നിയമം 2019 പ്രകാരം ഏത് ഉപഭോക്തൃ അവകാശം ഉറപ്പു നൽകുന്നില്ല? ചൂഷണത്തിനുള്ള അവകാശം. ബാക്കി ഉറപ്പ് നൽകുന്ന അവകാശങ്ങളാണ് തിരഞ്ഞെടുക്കാനുള്ള അവകാശം, കേൾക്കാനുള്ള അവകാശം, പരിഹാരം നേടാനുള്ള അവകാശം. ദേശീയ വനിതാ കമ്മീഷന്റെ പ്രവർത്തനങ്ങൾ ഇതിൽ വ്യക്തമാക്കിയിരിക്കുന്നു. 1990 ദേശീയ വനിതാ കമ്മീഷൻ നിയമത്തിൽ 10ാം വകുപ്പിലാണ് ദേശീയ വനിതാ കമ്മീഷന്റെ പ്രവർത്തനങ്ങൾ വ്യക്തമാക്കുന്നത്. ക്യാൻസൽ ആയിരുന്നു. അടുത്ത ക്വസ്റ്റ്യൻ. 2005 വിവരാവകാശ നിയമത്തിൻ്റെ 2ാം വകുപ്പിൽ ഇനി പറയുന്നവയ്ക്കുള്ള അവകാശം ഉൾപ്പെടുന്നു. ഇതിൽ മുകളിൽ പറഞ്ഞവയെല്ലാം ജോലി, രേഖകൾ എന്നിവയുടെ പരിശോധന, രേഖകളുടെയോ ചാർജുകൾ, എക്സ്ട്രാക്റ്റുകൾ അല്ലെങ്കിൽ സാക്ഷ്യപ്പെടുത്തിയ പകർപ്പുകൾ എടുക്കൽ, മെറ്റീരിയലിൻ്റെ സാക്ഷ്യപ്പെടുത്തിയ സാമ്പിളുകൾ എടുക്കൽ. ഇത് മുകളിൽ പറഞ്ഞ എല്ലാം തന്നെ ശരിയാണ്. ഡി. 2012 കുട്ടികളുടെ ലൈംഗിക കുറ്റകൃത്യങ്ങളിൽ നിന്നുള്ള സംരക്ഷണ നിയമപ്രകാരമുള്ള കുറ്റം പ്രത്യേക കോടതി വിചാരണ ചെയ്ത ശേഷം ഇരയായ കുട്ടിയുടെ തെളിവുകൾ ഇനി പറയുന്ന പരിധിക്കുള്ളിൽ രേഖപ്പെടുത്തണം. 30 ദിവസത്തിനുള്ളിൽ രേഖപ്പെടുത്തണം. 30 ദിവസത്തിനുള്ളിൽ. ബി ആണ് ആൻസർ. പോക്സോ നിയമപ്രകാരം കുട്ടി എന്ന് പറയുന്ന ആരാണ്? 18 വയസ്സിന് താഴെയുള്ള ഏതൊരു വ്യക്തിയെയും കുട്ടി എന്നാണ് പറയുന്നത്. പോക്സോ നിയമപ്രകാരം. ദേശീയ വനിതാ കമ്മീഷൻ 2024 അധ്യക്ഷൻ ആരാണ്? രേഖാ ശർമ്മ. എ ആണ് ആൻസർ. ബാക്കി മാത്സിൻ്റെ ക്വസ്റ്റ്യൻസ് ആയിരുന്നു. ആൻസർ പറഞ്ഞു പോവാം. 71ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ ബി ആണ്. 72 സി, 73 ഡി, 74 ബി, 75 ബി, 76 സി, 77 ബി, 78 സി. 79ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ
ഡി ആണ്. 80 ബി. അത് ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻസ് ആണ്. 81ാമത്തെ ക്വസ്റ്റ്യൻ ഡിലീറ്റഡ് ആയിരുന്നു. 82ാമത്തെ ക്വസ്റ്റ്യൻ വാട്ട് ഈസ് ദി മീനിങ് ഓഫ് എ ഡോഗ് ഇൻ ദി മാനേജർ പോളിസി? ആൻസർ എന്ന ഡി ആണ്. എ മാൻ ഹു പ്രിവെൻറ്റ്സ് അതേഴ്സ് ഫ്രം എൻജോയിങ് സംതിങ്. 83ാമത്തെ സ്പോട്ട് ദി ഇറർ. ഇതിൽ ഇറർ ബി ആണ്. ഫാസിമൈൽ മീൻസ് ഫാസിമൈൽ അത് ക്യാൻസൽ ചെയ്താണ് ഫാസിമൈൽ എന്നുള്ളതിൻ്റെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 85. നവീൻ സെഡ് നീഡ് ഐ ഗോ അറ്റ് വൺസ് ചേഞ്ച് ഇൻ ടു റിപ്പോർട്ടഡ് സ്പീച്ച്. ഇതിൽ ആൻസർ വരുന്നത് നവീൻ ആസ്ക്ഡ് ഇഫ് ഹി ഹാഡ് ടു ഗോ ജസ്റ്റ് ദെൻ. 86. നൺ ഓഫ് ദി വർക്ക് മെൻ അറൈവ്ഡ് ഡിഡിൻ ദേ ആണ്. സി ആണ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ ക്യാൻസൽ ആയിരുന്നു. 88. ഡാഷ് ബേർഡ് ഇൻ ഹാൻഡ് ഈസ് വർത്ത് 2 ഇൻ ഡാഷ് ബുഷ്. എ ബേർഡ് ഇൻ ഹാൻഡ് ഈസ് വർത്ത് 2 ഇൻ ദി ബുഷ് എന്നാണ് ആൻസർ വരുന്നത്. ഡി ആണ് ആൻസർ. 89ാമത്തെ ക്വസ്റ്റ്യൻ ഹീ ഈസ് ബീയിങ് അക്യൂസ്ഡ് ഡാഷ് തെഫ്റ്റ്. അക്യൂസ്ഡ് ഓഫ് ആണ് വരുന്നത്. എ ആണ് ആൻസർ. 90. ദേ ഹാവ് കോണ്ടാക്റ്റഡ് എവരി വൺ കൺസേൺഡ് ചേഞ്ച് ദി വോയിസ്. സി ആണ് ആൻസർ. എവരി വൺ കൺസേൺഡ് ഹാസ് ബീൻ കോണ്ടാക്റ്റഡ്. അത് മലയാളമാണ്. താഴെ പറയുന്നത് ശരിയായ വാക്യം പ്രയോഗം ഏതാണ്? സി ആണ് ആൻസർ. കുട്ടികൾക്ക് പഠിക്കുന്നതിനും കളിക്കുന്നതിനുമുള്ള അവസരങ്ങൾ നൽകേണ്ടതാണ്. താഴെ പറയുന്നതിൽ പൂജക ബഹുവചനത്തിന് ഉദാഹരണം ഏതാണ്? സ്വാമികൾ എന്നുള്ളതാണ്. എ ആണ് ആൻസർ. വേദത്തെ സംബന്ധിച്ചതാണ് വൈദികം. എ ആണ് ആൻസർ. ക്ഷണികം എന്ന പദത്തിന് വിപരീത പദം ഏതാണ്? ശാശ്വതം. ക്ഷണികം ശാശ്വതം. താഴെ പറയുന്നത് നിലാവ് എന്ന പദത്തിന്റെ ശരിയായ പര്യായ പദങ്ങൾ ഏതൊക്കെയാണ്? നിലാവ്, ചന്ദ്രിക, കൗമുദി. എ ആണ് ആൻസർ. അമ്പലം വിഴുങ്ങുക എന്നത് മുഴുവൻ കൊള്ളയടിക്കുക എന്നാണ് ഈ ശൈലിയുടെ അർത്ഥമാകുന്നത്. താഴെ തന്നിരിക്കുന്നതിൽ നിന്ന് ശരിയായ പദം ഏതാണ്? ഭഗവത്ഗീത. സി ആണ് ആൻസർ. സി. വിണ്ടലം ശരിയായ രീതിയിൽ പദം ചേർത്തിരിക്കുക. വിൺ പ്ലസ് തലമാണ് വിണ്ടലം. എ ആണ് ആൻസർ. തലവേദന എന്ന പദത്തിന്റെ ശരിയായ ഘടകപദം ഏതാണ്? തലയിലെ വേദന. ചന്ദനം എന്ന വാക്കിന് സമാനമായ പദം ഏതാണ്? മാലയമാണ്. മാലയം. ഇത്രയായിരുന്നു ക്വസ്റ്റ്യൻസ്. താങ്ക് യു.